أعوذ بالله من الشيطان الرجيم. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. 229 വചനത്തിൻ്റെ അവസാന ക്ലാസ്സാണ് ഇന്ന്. ഈ വചനം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് നാം വിശദീകരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അത്തലാഖു മറത്താൻ, മടക്കിയെടുക്കാൻ അനുമതിയുള്ള തലാഖ് 2 പ്രാവശ്യം മാത്രമാണ്. ഫ ഇംസാക്കും ബി മഅറൂഫ്, അത് കഴിഞ്ഞാൽ ഒന്നുകിൽ നല്ല രീതിയിൽ കൂടെ നിർത്തണം. ഔ തസ്രീഹും ബി ഇഹ്സാൻ, അല്ലെങ്കിൽ ഭംഗിയായി പിരിച്ചേക്കണം. വലാ യഹില്ലു ലക്കും അൻ തഅഖുദൂ മിമ്മാ ആതൈതുമൂഹുന്ന ഷൈഅൻ, നിങ്ങൾ അഥവാ ഭർത്താക്കന്മാർ അവർ നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തന്നെ തിരിച്ചു വാങ്ങാൻ അവർക്ക് അനുവദനീയമല്ല. ഇല്ലാ യഖാഫ അല്ലാ യുഖീമ ഹുദൂദല്ലാഹ്, അവർ ഇരുവർക്കും അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിച്ചു പോരാൻ കഴിയില്ല എന്ന ആശങ്ക തോന്നുന്നുവെങ്കിലല്ലാതെ. ഫലാ ജുനാഹ അലൈഹിമ ഫഇൻ ഖിഫ്തും അല്ലാ യുഖീമ ഹുദൂദല്ലാഹ്, അങ്ങനെ അവർക്ക് ഈ 2 ദമ്പതികൾക്കും അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കാൻ കഴിയില്ല എന്ന ആശങ്ക തോന്നിയാൽ ഫലാ ജുനാഹ അലൈഹിമ ഫീമ ഇഫ്തദത് ബി, അവൾ അഥവാ ഈ സ്ത്രീ അവൾക്ക് വല്ലതും വിട്ടുകൊടുത്തുകൊണ്ട് സ്വയം മോചനം നേടുന്നതിൽ കുറ്റമില്ല. തിൽക ഹുദൂദുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ നിയമപരിധികളാണ്. ഫലാ തഅതദൂഹ, അതിനാൽ അവയെ നിങ്ങൾ ലംഘിക്കരുത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അള്ളാഹുവിൻ്റെ നിയമപരിധികൾ ആർ ലംഘിക്കുന്നുവോ അവർ തന്നെയാണ് അക്രമികൾ. ഈ വചനത്തിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ഹിക്മത്തും റഹ്മത്തുമാണ്. നമുക്ക് തലാഖ് 3 ചുരുക്കി, 3 പ്രാവശ്യമായി ചുരുക്കി. അതിൽ വലിയ ഹിക്മത്തും റഹ്മത്തുമുണ്ട്. ഈ 3ാമത്തതിന് ശേഷം പിന്നെ ആ സ്ത്രീയെ തിരിച്ചെടുക്കാൻ ഇയാൾക്ക് അധികാരമില്ല. തിരിച്ചെടുക്കണമെങ്കിൽ ഇനി അടുത്ത വചനത്തിൽ പറയുന്നുണ്ട് എന്ത് ചെയ്യണം എന്ന്. കുറച്ച് കടുപ്പുള്ള നിയമമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണ് ഇത് 3 പ്രാവശ്യത്തിൽ ഒതുക്കി എന്ന്. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മനുഷ്യൻ തലാഖ് ചൊല്ലും, എന്നിട്ട് ഇദ്ദയോടടുക്കണ സമയത്ത്, ഇദ്ദ തീരാൻ സമയത്ത് വീണ്ടും തിരിച്ചെടുക്കും, വീണ്ടും ചൊല്ലും, വീണ്ടും തിരിച്ചെടുക്കും, വീണ്ടും ചൊല്ലും, വീണ്ടും തിരിച്ചെടുക്കും. ഇതിന് കണക്കുണ്ടായിരുന്നില്ല, പരിധി ഉണ്ടായിരുന്നില്ല. അപ്പോൾ സത്യത്തിൽ ഈ സ്ത്രീ ഇവിടെ ദ്രോഹിക്കപ്പെടുകയാണ്. തലാഖിൻ്റെ നിയമം മുഴുവൻ സ്ത്രീപക്ഷപരമാണ്, സ്ത്രീപക്ഷപാതമാണ്, പുരുഷപക്ഷമല്ല. കാരണം ഇവിടെ സ്ത്രീ ദ്രോഹിക്കപ്പെടുകയാണ്. അവളെ ഒഴിവാക്കില്ല, കുടുംബിനിയായി സ്വീകരിച്ച് കൂടെ ജീവിക്കാൻ സന്നദ്ധമാകുകയുമില്ല. ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നു. 2ാമത്തെ കാര്യം, തലാഖ് 3 പ്രാവശ്യം അവസരം കൊടുക്കുന്നുണ്ടല്ലോ. ഈ 3 പ്രാവശ്യം ഒരു കാര്യം ആവർത്തിക്കുക എന്നതിൽ ശറയിൽ ഒരുപാട് പരിഗണനകളുണ്ട്. നമുക്കറിയാം, സലാം പറയേണ്ടത് 3 പ്രാവശ്യമാണ്. ഒരാളോട് ഒരു വീട്ടിൽ ചെന്നാൽ സമ്മതം ചോദിക്കേണ്ട ഇസ്തിഇദാൻ 3 പ്രാവശ്യമാണ്. ഒരു കാര്യം ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടത് 3 പ്രാവശ്യമാണ്. വുളു ആവർത്തിച്ച് വരുന്നത് 3 പ്രാവശ്യമാണ്, വുളുവിൻ്റെ കർമ്മങ്ങൾ. ഇങ്ങനെ ഒരുപാട് സംഗതികൾ. 3 പ്രാവശ്യം എന്നതിനൊരു
പ്രത്യേകമായ പരിഗണന ഉണ്ട് എന്നർത്ഥം. മനസ്സിലായില്ലേ? മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഈ തലാഖിൻ്റെ ലഫ്ലുകൾ ഒന്നിച്ച് 3 പ്രാവശ്യം പറയുക എന്നത് എന്തല്ല, അത് ഒറിജിനൽ തലാഖല്ല, യഥാർത്ഥ തലാഖല്ല. മനസ്സിലായി? ഒരാൾ പറയണെന്ത്, ഞാൻ നിന്നെ 3 പ്രാവശ്യം ചൊല്ലിയിരിക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതല്ല, അതൊന്നേ ആവൂ. എന്തുകൊണ്ട്? അള്ളാഹു ഇവിടെ പറഞ്ഞത് അത്തൊലാഖു മറത്താനി എന്ന്, 2 വട്ടം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ 2 വട്ടം എന്ന് പറഞ്ഞാൽ 2 വട്ടം സംഭവിക്കണം. ആദ്യം തലാഖ് ചൊല്ലി എന്ന് പറയണം, പിന്നെ ആ പീരീഡ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ പീരീഡ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് തലാഖാവും, വീണ്ടും തലാഖ് ചൊല്ലി എന്ന് പറയണം, പിന്നെ എടുത്തിട്ട് പിന്നെ ചെല്ലുമ്പോൾ വീണ്ടും തലാഖ് ചൊല്ലി എന്ന് പറയണം, വീണ്ടും അങ്ങനെ വേണം. അല്ലാതെ ഒറ്റ ഇരുത്തത്തിൽ 3 ചൊല്ലി അല്ലെങ്കിൽ 2 ചൊല്ലി എന്ന് പറഞ്ഞാൽ എന്താവില്ല, തലാഖാവില്ല. കാരണം വാചകം അങ്ങനെയാണ്, അത്തൊലാഖു മറത്താനി എന്ന്. മനസ്സിലായില്ലേ? ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 4-മത്തെ കാര്യം ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, തലാഖ് ചെയ്താൽ ഒരു പുരുഷൻ്റെ ബാധ്യത 2/1. ഒന്നുകിൽ ഇംസാക്കും ബിമഅറൂഫ്, ആ സമൂഹത്തിലെ മാന്യമായ രൂപമനുസരിച്ച്, അവിടുത്തെ ഉറുഫ് അനുസരിച്ച് അവരെ തിരിച്ചെടുത്ത് കൂടെ ജീവിക്കാം. അല്ലെങ്കിൽ തസ്രീഹും ബി ഇഹ്സാൻ, മനോഹരമായി ഭംഗിയായി തിരിച്ചയക്കണം. മനസ്സിലായി? അതല്ലാതെ ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥ, തിരിച്ചെടുക്കുക എന്നിട്ട് ഉപദ്രവിക്കുക, തിരിച്ചെടുക്കുക എന്നിട്ട് പഴയ കഥ ഇങ്ങനെ പറയാം, തിരിച്ചെടുക്കുക എന്നിട്ട് താൻ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ വീഴ്ച വരുത്തുക, ഇത് പാടില്ല. അതുപോലെ തന്നെ പിരിച്ചുവിടുമ്പോഴോ ക്രോധത്തോടുകൂടി, ദേഷ്യത്തോടുകൂടി, കോപത്തോടുകൂടി, കേസുകളോടുകൂടി പിരിച്ചുവിടുക എന്നതും എന്തില്ല, അനുവദനീയമല്ല. അത് ശരിക്കും നമ്മൾ മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. 5-മത്തെ കാര്യം സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, ശരീഅത്തിലെ ഹിക്മത്ത്, ഇംസാക്ക് അഥവാ കൂടെ നിർത്തുകയാണെങ്കിൽ അവിടെ പറഞ്ഞ വാചകം ബി മഅറൂഫ് എന്നാണ്. മാന്യമായി നീ പറഞ്ഞോളൂ, ഉറുഫനുസരിച്ച് നീ പറഞ്ഞോളൂ. മനസ്സിലായില്ലേ? കാരണം എന്താ നോക്കൂ, എന്നിട്ട് പിരിച്ചയക്കുന്നിടത്ത് പറഞ്ഞപ്പോഴോ ഇഹ്സാൻ എന്ന് പറഞ്ഞു. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ മഅറൂഫിനേക്കാൾ ഉന്നതമായ പദമാണ്, അതൊരു പെർഫെക്ഷനാണ്. പിരിച്ചയക്കേണ്ടത് ഏറ്റവും പെർഫെക്റ്റായ രീതിയിലായിരിക്കും, അഥവാ ഏറ്റവും മനോഹരമായിട്ടായിരിക്കണം. എന്തുകൊണ്ടാണ്? കൂടെ നിർത്തുമ്പോൾ ആ കൂടെ നിർത്താൻ ഇദ്ദേഹം സന്മനസ്സ് കാണിച്ചു എന്നതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിന് ആശ്വാസം ഉണ്ടാവും. നേരെ മറിച്ച് പിരിച്ചയക്കുമ്പോഴോ ഭർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, വേർപാടാണ്, അപ്പോൾ സ്വാഭാവികമായി പ്രയാസം ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് കൂടുതൽ ഈ പുരുഷൻ മാന്യത കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് പിരിച്ചയക്കുമ്പോൾ ഇഹ്സാൻ എന്ന് പറഞ്ഞു. ഇഹ്സാൻ നല്ല രീതിയിലാണ്, ഏറ്റവും മനോഹരമായ രീതിയിലാണ് പിരിച്ചയക്കേണ്ടത്. 6-മത്തെ കാര്യം, ഭർത്താവ് നൽകിയ ഒന്നും തന്നെ, മഹറടക്കമുള്ള ഒന്നും തന്നെ ഭർത്താവിന് തലാഖ് ചെയ്ത് പിരിച്ചയക്കുമ്പോൾ തിരിച്ചെടുക്കാൻ അവകാശമില്ല. അത് വളരെ കൃത്യമായി പറഞ്ഞു. പിന്നെ മെഹറിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ അധികാരമുള്ള ചിലത് നമ്മൾ വിശദീകരിച്ചല്ലോ, ഈ ആയത്ത് വിശദീകരിച്ചല്ലോ, നമ്മൾ മനസ്സിലാക്കി. അല്ലാതെ ഒന്നും തിരിച്ചെടുക്കാൻ പാടില്ല. 7-മത്തെ കാര്യം, ഒരു സ്ത്രീക്ക് പുരുഷനിൽ നിന്ന്, ഭർത്താവിന് നഷ്ടപരിഹാരം നൽകി തന്നെ സ്വതന്ത്രയാക്കാൻ അവകാശമുണ്ട്, അല്ലെങ്കിൽ തലാഖ് നേടാൻ അവകാശമുണ്ട്. അതാണ് ഫലാ ജുനാഹ അലൈഹിമ ഫീ മഫ്തദത് ബി എന്ന് പറഞ്ഞു. മനസ്സിലായി? 8-മതായി ഓർക്കേണ്ടത്, ഈ അവകാശം വിനിയോഗിക്കേണ്ടത് എപ്പോഴാണ്? അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എപ്പോഴാണ്? അവർക്ക്
അള്ളാഹുവിൻ്റെ നിയമപരിധികൾ അനുസരിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്ന് തോന്നുമ്പോൾ മാത്രമാണ്. അപ്പോഴേ ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനോട് നഷ്ടപരിഹാരം നൽകി ഈ ഖുൽഅ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ഖുൽഅ, അത് ആവശ്യപ്പെടാൻ അധികാരമുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു, അയ്യുമംറഅത്തിൻ സഅലത് സൗജഹ ത്വലാഖ് മിൻ ഗൈരി മാ ബഅസിൻ ഫഹറാമുൻ അലൈഹ റായിഹത്തുൽ ജന്ന. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് ഒരു ന്യായവുമില്ലാതെ തലാഖ് ആവശ്യപ്പെട്ടാൽ അവൾക്ക് സ്വർഗത്തിൻ്റെ വാസന നിഷിദ്ധമാണ് എന്നാണ്. അപ്പോൾ അത് ഗൗരവമുള്ള വിഷയമാണ് എന്നർത്ഥം. നമ്മൾ ശ്രദ്ധിക്കണം. 9ാമത്തെ കാര്യം നിക്കാഹിൻ്റെ പ്രാധാന്യമാണ്. നിക്കാഹിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ നിക്കാഹ് ബന്ധത്തിലൂടെ ഉണ്ടായ ബന്ധം നിലനിർത്താൻ ഇരുവർക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഫൈൻ ഖിഫ്തും അല്ലാ യുഖീമാ എന്ന് പറഞ്ഞു. രണ്ടുപേരും അല്ലാ യുഖീമാ. ഒരു ഭർത്താവിൻ്റെ മാത്രം ബാധ്യതയല്ല കുടുംബജീവിതത്തിൽ ഇത് നിലനിർത്തൽ. അതുപോലെ ഭാര്യയുടെ മാത്രം രണ്ടുപേർക്കും ബാധ്യതയുണ്ട്. അതാണ് നിക്കാഹിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ 10ാമത്തെ കാര്യം, ഈ നിക്കാഹിൻ്റെ ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, വലിയ നിയമങ്ങളാണ് ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ആ നിയമങ്ങൾ യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് നിക്കാഹിൻ്റെ പ്രാധാന്യത്തെയാണ്. ഇത്ര കണിശമായ കടുപ്പമുള്ള നിയമം വേറെ ഒന്നിലുമില്ല, വേറൊരു കാര്യത്തിലുമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം കാരണമാണ് ഇത്ര കടുപ്പമുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. 11ാമത്തെ വിഷയം, ഖുൽഇൻ്റെ സമയത്ത് ഒരു പുരുഷന് താൻ നൽകിയതിനേക്കാൾ കൂടുതലോ നൽകിയ അത്രയോ ഇനി അതിനേക്കാൾ കുറച്ചോ സ്വീകരിക്കാൻ അനുവദനീയമാണ്. കൂടുതൽ വാങ്ങാം, കുറച്ച് വാങ്ങാം, അത് തന്നെയും വാങ്ങാം. മനസ്സിലായില്ലേ? അവിടെ ഫീമഫ്തദത്ത് ബി എന്നേ പറഞ്ഞോളൂ. ഫീമഫ്തദത്ത് ബി എന്ന് പറഞ്ഞാൽ അതിൽ കുറവാകാം, കൂടുതലാകാം, അതുപോലെ ഉള്ളതാകാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ കണക്കില്ല എന്നർത്ഥം. പക്ഷെ അവിടെ എന്ത് വേണം? തൃപ്തി വേണം. അത് പ്രധാനമാണ്. 12ാമത്തെ വിഷയം, ഖുൽഅ ചെയ്തു കഴിഞ്ഞാൽ അത് റജഈ അല്ല. അഥവാ നേരത്തെ നമ്മൾ അത്തലാഖ് മറത്താനി എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചപ്പോൾ പറഞ്ഞ തലാഖിൻ്റെ രീതി ഉണ്ടല്ലോ, അതല്ല. ഖുൽഅ എന്ന് പറഞ്ഞാൽ പിന്നെ ഫിറാഖാണ്, ഫിറാഖുൻ ബാഇനാണ്. അഥവാ പിന്നെ ഖുൽഇലൂടെ വേർപ്പെട്ട ഒരാൾക്ക് തിരിച്ചെടുക്കാൻ പിന്നെ പറ്റില്ല. തിരിച്ചെടുക്കാം എങ്ങനെ വെച്ചാൽ ഈ വീണ്ടും അഖ്ദുകൾ നിക്കാഹ് നടത്തി തിരിച്ച് മഹറൊക്കെ കൊടുത്ത് തിരിച്ചെടുക്കാന്നല്ലാത്ത ഒരു തിരിച്ചെടുക്കൽ ഇല്ല. മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ ആ 1ാമത്തെ തലാഖ് കഴിഞ്ഞാലുള്ള ഒരു ഘട്ടമുണ്ടല്ലോ, ആ ഘട്ടത്തിലുള്ള ആ തിരിച്ചെടുക്കലില്ല എന്നർത്ഥം. 13ാമത്തെ വിഷയം, ഇത് ഈ വചനത്തിൻ്റെ ഒരു മനോഹരമായ ദൃശ്യമാണ്. അതെന്താ വെച്ചാൽ, ഒരു സ്ത്രീക്ക് തൻ്റെ സമ്പത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ക്രയവിക്രയം നടത്താം. നോക്കൂ, ഇസ്ലാം നൽകുന്ന അനുവാദം. ഒരു സ്ത്രീക്ക് തൻ്റെ സമ്പത്തിൽ കേട്ടോ, ഭർത്താവിൻ്റെ അല്ല, തൻ്റെ സമ്പത്തിൽ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ക്രയവിക്രയം നടത്താം. ഇവിടെ പറഞ്ഞത് എന്താ? ഫീമഫ്തദത്ത് ബി എന്നാണ്. അതിനർത്ഥം ഈ സ്ത്രീയാണ് എന്ത് ചെയ്യേണ്ടത്? ഫിദിയ കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അവരുടെ സ്ത്രീയുടെ സമ്പത്തിൽ ക്രയവിക്രയം നടത്താൻ അവർക്ക് സാധിക്കണം. അതാണ്. അപ്പോൾ അനാവശ്യമല്ലാത്ത രീതിയിൽ അത് ശ്രദ്ധിക്കേണ്ടത് അതാണ്. ശറഅ് അനുവദിച്ചിട്ടുള്ള, ശരീഅത്ത് അനുവദിച്ചിട്ടുള്ള രീതിയിൽ, അനാവശ്യമല്ലാത്ത രീതിയിൽ തൻ്റെ സമ്പത്തിൽ ക്രയവിക്രയം നടത്താൻ ഭർത്താവ് അനുവദിച്ചാലും ഇല്ലെങ്കിലും അവൾക്ക് അവകാശമുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്.
14-ാമത്തെ കാര്യം, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഹുദൂദുകളാണ്. അള്ളാഹു നിശ്ചയിച്ചതാണ് ഈ നിയമങ്ങൾ. മനസ്സിലായില്ലേ? അതിനെ നാം അതിരി വിട്ട് പ്രവർത്തിച്ചുകൂടാ. അതാണ് തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅ്തദൂഹ എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും അതിരി വിട്ട് പ്രവർത്തിക്കാൻ നോക്കും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഈ നിയമങ്ങൾക്ക് അള്ളാഹു ഇട്ട പേര് ഹുദൂദ് എന്നാണ്. ഹുദൂദ്, ഹദ്. ആ ഹുദൂദ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിർത്തിയാണ്. ആ അതിർത്തി വിട്ട് കിടക്കാൻ പാടില്ല. അത് പ്രധാനമാണ് എന്നർത്ഥം. മനസ്സിലായല്ലോ? അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ 15-ാമത്തെ കാര്യം, അത് കുറച്ചുകൂടി ഗൗരവത്തിൽ കാണണം. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഹാക്കിം അഥവാ നിയമം നിർമ്മിക്കുന്നവൻ അല്ലെങ്കിൽ നിയമം നടപ്പാക്കുന്നവൻ അത് അള്ളാഹുവാണ്. മനുഷ്യന് അതിൽ അധികാരമില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ദീനിലൊരു നിയമം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കാൻ മനുഷ്യന് അവകാശമില്ല. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅ്തദൂഹ. അള്ളാഹുവാണ് ഹുദൂദ് ഉണ്ടാക്കുന്നവൻ, നിയമമുണ്ടാക്കുന്നവൻ, നടപ്പാക്കുന്നവൻ അള്ളാഹുവാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 16-ാമത്തെ വിഷയം, ഖുൽഅ് എന്നത് ഈ സ്ത്രീയുടെ, ഭാര്യയുടെ തൃപ്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതിതിൽ വളരെ പ്രധാനമാണ്. ഫീമഫ്തദത് ബി എന്ന് പറഞ്ഞല്ലോ. അവൾ കൊടുക്കുന്ന ഫിദിയ തൃപ്തിയോടുകൂടിയായിരിക്കണം. തൃപ്തിയല്ലാത്ത ഫിദിയാവില്ല. അപ്പം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കേസൊന്നും കൂടി വാങ്ങണമല്ല ശരിക്കും ഫിദിയ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? അവൾ കൊടുക്കുകയാണെങ്കിൽ അതെന്ത് വേണം? തൃപ്തി. ഇനി അവൾ അല്ലാത്തവൾ കൊടുക്കുകയാണെങ്കിലോ തൃപ്തി വേണമെന്നില്ല. ഒരു ഉദാഹരണം, ഒരു സ്ത്രീ ഈ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് അവരുടെ ഭാവി ജീവിതത്തിൽ നന്മയല്ല എന്ന് ഈ സ്ത്രീയുടെ വലിയന് തോന്നിയെന്ന് വെക്കുക. അനുഭവപ്പെട്ടു. ഒരുപാട് അനുഭവങ്ങളുടെ, ഒറ്റ തോന്നലൊന്നുമല്ല, ഒരുപാട് അനുഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയല്ല, ഈ സ്ത്രീയുടെ വലിയ ആണ് ഫിദിയ കൊടുക്കുന്നത് എങ്കിൽ അവിടെ തൃപ്തി വേണമെന്നില്ല. ഫീമഫ്തദത് ബീന, അവളുടെ സ്വത്താണെങ്കിൽ തൃപ്തിയോട് കൂടിയായിരിക്കണം നൽകേണ്ടത്. എന്നാൽ അവളുടെ മറ്റാരെങ്കിലും ബന്ധുക്കൾ അവൾക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ, ഖുൽഇന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അതിലെന്തില്ല, ആ തൃപ്തി വേണമെന്നില്ല. പലപ്പോഴും അതിൽ തൃപ്തി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എങ്ങനെയെങ്കിലും ഇവൻ്റെ പിടുത്തത്തിൽ നിന്ന് അവളെ രക്ഷിക്കണം എന്ന ചിന്തയായിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനത്തെ കാര്യം നോക്കൂ. ഇവിടെ അള്ളാഹുവിൻ്റെ ഹുദൂദുകളെ ലംഘിക്കുക എന്നത് മഹാ അക്രമമായാണ് പറഞ്ഞത്. ഫഉലൈക ഹുമുൽ ളാലിമൂൻ എന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് വിഷയത്തിലായാലും അള്ളാഹുവിൻ നിശ്ചയിച്ച നിയമപരിധികൾ ലംഘിക്കുക എന്നത് അക്രമം തന്നെയാണ്. ഇവിടെ ളുൽമ് നോക്കൂ, ലാലിമുകൾ ആരാന്നാ പറഞ്ഞ്? ഉലായിക്ക. അപ്പോൾ അതിൽ ഉൾപ്പെടുകയാണ് എന്ത്? ആരാണവർ? അള്ളാഹുവിൻ്റെ നിയമപരിധികൾ ലംഘിക്കുന്നവർ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അള്ളാഹു നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.